എന്ത് ചെയ്യണം, വീലിന്റെ വെയിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഹൗ മച്ച്? ഇറ്റ് ഈസ് 50 കിലോ ന്യൂട്ടൺ. ഓക്കെ ഫൈൻ. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഈസ് ഡിനോട്ടഡ് ബൈ ദ ടേം സ്മോൾ ലെറ്റർ കെ. അത് നമുക്കറിയാം എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. നമ്മൾ വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ വേർഡ് ദാറ്റ് ഇസ് തേർഡ് മോഡ്യൂൾ, അതായത് മൊമെന്റ് ഓഫ് ഇനീഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ തന്നു ഇപ്പോ? അതായത് മാസ് തന്നിട്ടുണ്ട്, സോറി വെയിറ്റ്. വെയിറ്റ് ഓഫ് ദ ഫ്ലൈ വീൽ, വെയിറ്റ് ഓഫ് ദ ഫ്ലൈ വീൽ ദാറ്റ് ഇസ് 50 കിലോ ന്യൂട്ടൺ ഇസ് ഗിവൺ. ദെൻ റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ ഈസ് ഈക്വൽ ടു 1 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഏത് ആക്സിസിൽ നിന്നാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സിസിൽ നിന്നുള്ള ഇതിന്റെ സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ സാധാരണ കെ എന്ന് നമ്മൾ പറയാറ്. ഓക്കെ. ഇനി നെക്സ്റ്റ് ഇറ്റ്സ് ലോസസ് ഇറ്റ്സ് സ്പീഡ് ഫ്രം 400 RPM ടു 300 RPM. അപ്പൊ ഇനീഷ്യൽ സ്പീഡ് ഓഫ് തന്നിട്ടുണ്ട് അല്ലെ, N1. ഇനീഷ്യൽ സ്പീഡ് N1 ഇസ് ഈക്വൽ ടു 400 RPM ആൻഡ് ഫൈനൽ സ്പീഡ് N2 ഇസ് ഈക്വൽ ടു 300 RPM. ദെൻ ഈ സ്പീഡ് ചേഞ്ച് ചെയ്ത് എത്ര ടൈമിനുള്ളിലാണ് തന്നിട്ടുണ്ട്? ദാറ്റ് ഈസ് വിത്തിൻ 120 seconds. സോ വിത്തിൻ 120 seconds the speed of the wheel changes from 400 RPM to 300 RPM അല്ലെ. ഒരു മിനിറ്റിൽ എത്ര റൊട്ടേഷൻ ഉണ്ടായിരുന്നു? 400 റൊട്ടേഷൻ ഉണ്ടായിരുന്നു. അത് 120 സെക്കൻഡ് കൊണ്ട് എത്രയായി? 120 ആയി കുറഞ്ഞു പോയി. ഇനി അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റ് ദ റിട്ടാർഡിംഗ് ടോർക്ക്. അപ്പൊ റിട്ടാർഡിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ട്വിസ്റ്റിംഗ് ഫോഴ്സ്. ഒരു ബോഡി റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അപ്ലൈ സം ഫോഴ്സ് അല്ലെ. ദാറ്റ് ഫോഴ്സ് വിത്ത് ദ ഡിസ്റ്റൻസ് ഇസ് നോൺ ആസ് വാട്ട് ദ ടോർക്ക് നമ്മൾ പറയുന്നത്. ടോർക്ക് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ് നമ്മൾ പറയാം, പഠിച്ചിട്ടുണ്ട് നമ്മൾ ടോർക്ക്. ദാറ്റ് ഇസ് എ ട്വിസ്റ്റിംഗ് ഫോഴ്സ് ആണത്. ഒരു ബോഡി ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു അപ്ലൈ സം ഫോഴ്സ്. അതാണ് റൊട്ടേഷനിൽ നമ്മൾ എന്ത് പറയുന്നത്? ടോർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ടോർക്കിന്റെ എഫക്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത്. കാരണം എന്താ? കാരണം സ്പീഡ് കുറഞ്ഞു വരികയാണ്. റിട്ടാർഡിംഗ് ടോർക്കാണ്, ടോർക്ക് കുറഞ്ഞു വരികയെന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ. സ്പീഡ് ആദ്യം 400 നമുക്ക് പറയാം kinetic energy of that particle or that wheel is reduced. എനർജി കുറഞ്ഞു കുറഞ്ഞു വരാം. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. 20 സെക്കൻഡ് എന്തായിരുന്നു? സോ ഹിയർ സപ്പോസ് നിങ്ങൾ ഫ്ലൈന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് തന്നിരിക്കുന്നത് വിചാരിക്കുക. ഇഫ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ ഫ്ലൈ വീൽ ഈസ് ഗിവൺ, ദെൻ ദ മൊമെന്റ് ഓഫ് inertia of the flywheel is equal to mk² ആണ്. തെറ്റിക്കരുത് കേട്ടോ. റേഡിയസ് ഗൈറേഷൻ ആണെങ്കിൽ ഫോർമുല ഇതാണ്, I is equal to mk². അപ്പൊ ശരി, ഞാൻ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഇൻസ്റ്റെഡ് ഓഫ് I have substituted the term m into k², where m is the mass of the flywheel, k is the radius of gyration. Then alpha, angular acceleration, is not given. Angular acceleration നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ എനിക്ക് എന്തറിയാം? ആൽഫ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് എനിക്ക് ആൽഫ കണ്ടുപിടിക്കേണ്ടത്? എനിക്ക് എന്തൊക്കെ അറിയാം? N1 വന്നിട്ടുണ്ട്, ഇനീഷ്യൽ സ്പീഡ് തരാം, ഫൈനൽ സ്പീഡ് അറിയാം, അതുപോലെ ടൈം എനിക്ക് അറിയാം. ആൽഫ ഐ ഹാവ് ടു ഫൈൻഡ് ഔട്ട്. അപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇഫ് ഇനീഷ്യൽ സ്പീഡ് ഓഫ് ദ ഫ്ലൈവീൽ ഈസ് ഗിവൺ, ഐ ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് വാട്ട് ദാറ്റ് ഈസ് ഇനീഷ്യൽ ആംഗുലാർ വെലോസിറ്റി ω1. ω1 ഈസ് ഈക്വൽ ടു എന്ത് വരും? 2π N1 ഡിവൈഡഡ് ബൈ 60. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 2π ഇൻറ്റു 300 divided by 60. Then ω2 is equal to 2π N2. This is N2 value, this is N1 value. N2 divided by 60. അപ്പൊ എനിക്ക് ω2ന്റെ വാല്യൂ കിട്ടി. ഇനി ആൽഫ ടിയുടെ വാല്യൂ നമുക്കറിയാം 120 സെക്കൻഡ്. ദ ഓൺലി അൺനോൺ ടേം ഈസ് ആൽഫ. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് കണ്ടുപിടിക്കേണ്ടത് എന്താണോ അതിനുള്ള ഡാറ്റാസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ഗിവൺ. ഓക്കെ, എല്ലാം തന്നിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് കണക്ട് ചെയ്യാണ് ഫോർമുല നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം. അല്ലാതെ N1 N2 തന്നിട്ടുണ്ട്, അയ്യോ ഞാൻ എങ്ങനെ വെലോസിറ്റി കണ്ടുപിടിക്കും എന്നൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് അപ്പൊ ആ മൊമെന്റിൽ നമുക്ക് സ്ട്രൈക്ക് ചെയ്യണം. N1 കണക്ട് ചെയ്തൊരു ഫോർമുല ഉണ്ടല്ലോ, N1 കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ω1 കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ അപ്പൊ ω2 കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കണം. യെസ്, N2 ഈസ് ഓൾസോ ഗിവ്, സോ ഐ ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ω2 വാല്യൂ ഓൾസോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ ω1 ഈസ് ദയർ, ω2 ഈസ് ദയർ, then t is also given, then alpha. So by connecting these four terms, we have one of the equation of motion, that is
omega 2 is equal to omega 1 plus alpha t. അപ്പൊ അത് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യണം, പെട്ടെന്ന് ചെയ്തു പോകണം നമ്മളിത്. അപ്പൊ ഫോർമുലാസ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ ഫോർമുല വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആൽഫയുടെ വാല്യൂ എന്ത് കിട്ടി? -0.087. നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് തന്നെയായിരിക്കും. ബിക്കോസ് എന്താ? ദ സ്പീഡ് ഓഫ് ദ വീൽ ഈസ് റെഡ്യൂസിങ്. ദാറ്റ് മീൻസ് ദ ആംഗുലർ ആക്സലറേഷൻ ഈസ് ഓൾസോ റെഡ്യൂസിങ് ഓർ റിട്ടാർഡിങ് ആക്സലറേഷൻ ആണ്, ഓർ നെഗറ്റീവ് ആക്സലറേഷൻ ആണ്. കാരണം സ്പീഡ് കുറഞ്ഞ് ചിലപ്പോൾ റെസ്റ്റിംഗ് കണ്ടീഷനിലേക്ക് ആയിരിക്കും വരുന്നുണ്ടായിരിക്കാം. സോ ഡെഫിനറ്റ്ലി ദ വാല്യൂ ഓഫ് ആൽഫ വിൽ ബി നെഗറ്റീവ്. ആൽഫയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? നെഗറ്റീവ് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാലോ. T is equal to I alpha. T equal to I alpha എന്നുള്ള ഇക്വേഷൻ കൊടുക്കുക. That is equal to, ഇനി ഐക്ക് പകരം നമ്മൾ പറഞ്ഞു mk² എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. Here the mass of the flywheel is not given, but instead of what we have, what മാസിന് പകരം എന്താ വന്നിരിക്കുന്നത്? വെയിറ്റ് ഓഫ് ദ ബോഡി is given. അപ്പൊ വെയിറ്റ് ഓഫ് ദ ബോഡി ആയതുകൊണ്ട് നമുക്കറിയാം W is equal to weight is equal to mass into acceleration due to gravity ആണ്, അല്ലെ? വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് എ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഒരു ബോഡീനെ ഒരു എർത്ത് അതിന്റെ സെന്ററിലേക്ക് പുള്ളി ചെയ്യുന്നത്, ദാറ്റ് പുള്ളിംഗ് ഫോഴ്സ് ഇസ് നോൺ ആസ് ബോഡി, ദാറ്റ് ഈസ് വെയിറ്റ് എന്ന് പറയുന്നത്. So weight of a body is equal to mass into acceleration due to gravity. So from this, how you can find out the mass is equal to W by G. Here W is equal to 50 kilonewton ആണ്. അപ്പൊ അതിന് നമ്മൾ മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. അപ്പൊ ന്യൂട്ടണിലേക്ക് ആണെങ്കിലാണ്, ഇവിടെ വെയിറ്റിന്റെ യൂണിറ്റ് ന്യൂട്ടണിലാണെങ്കിലാണ് ഇത് കിലോഗ്രാം ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് കിലോ ന്യൂട്ടൺ ടേം ഇൻ ടു ന്യൂട്ടൺ. നമുക്കറിയാം 1 kilonewton is equal to 1000 Newton or 10 cube Newton ആണ്, അല്ലെ? So 50 into 10 cube divided by 9.8. Okay, then for suppose for competitive examination, for ഈസി ആയിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് ജിയുടെ വാല്യൂ നമ്മൾ 10 ഇട്ട് കൊടുക്കാറുണ്ട്. ബട്ട് നമ്മുടെ പ്രോബ്ലത്തിന് 9.81 തന്നെ കൊടുക്കണം കേട്ടോ. 9.81 into, ഇപ്പൊ എമ്മിന്റെ വാല്യൂ ഓക്കെ, then k is equal to 1, that is already given in the problem. Alpha is equal to what? That is -0.087. So that value also you can substitute here. Then if okay, the minus is already minus is there. Here they have not shown the minus value, so you can just put the minus value here. Then T is equal to -443.43 Newton meter. This negative sign indicates what the torque is reducing, that is retarding torque. Our question is what retarding torque എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? That is -443.43 Newton meter. Okay, then moving on to the second question. And that the second question, changing kinetic energy. But changing kinetic energy, how you can find out the changing kinetic energy? That is initial kinetic energy minus final kinetic energy. നമുക്ക് എപ്പോഴും നമ്മൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ചിങ് കൈനറ്റിക് എനർജി തന്നെയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഏത് വിച്ചെവർ ഈസ് ദി ലാർജസ്റ്റ് വാല്യൂ, ആ വാല്യൂ എന്നാണ് നമ്മൾ സ്മോളസ്റ്റ് വാല്യൂ മൈനസ് ചെയ്ത് കളയുന്നത്. സോ ഇവിടെ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്, അല്ലെ? കാരണം എന്താ? ഒമേഗ 1ന്റെ വാല്യൂ ആണ് ഗ്രേറ്റർ. അപ്പൊ അതിൽ നിന്നാണ് സ്മോൾ വാല്യൂ ഞാൻ സബ്ട്രാക്ട് ചെയ്ത് കളയുന്നത്. സോ ഹാഫ് ഐ ഇൻ ചേഞ്ചിങ് കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താ? ഹാഫ് ഐ ഒമേഗ 1 സ്ക്വയർ minus half I omega 2 square. So here half into I is common term, that you can take it outside. In bracket remaining you have, that is omega 1 square minus omega 2 square. Then omega 1 value you have already found out. That is 41.89. Omega 2 is equal to 31.42. നമ്മൾ നേരത്തെ previous step find out ചെയ്തതാണ്. Therefore changing kinetic energy is equal to I യുടെ വാല്യൂ നമുക്കറിയാം. I യുടെ വാല്യൂ എത്രയായിരുന്നു കുട്ടികളെ? I is equal to mk² അല്ലേ? mk² വാല്യൂ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. 50 into 10 cube ഡിവൈഡഡ് ബൈ 9.81 into 1 square. അതാണ് ഇതിന്റെ വാല്യൂ, എമ്മിന്റെ ഐന്റെ വാല്യൂ. ഓൾറെഡി ഇവിടെ വീണ്ടും അത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. Half into 50 into 10 cube divided by 9.81 into omega 1 square minus omega 2 square. Therefore changing kinetic energy is equal to 1560.605 kilonewton. മനസ്സിലായോ? ഇത്രയാണ് നമുക്ക് ഉള്ളത്. ഇത് കിലോ ന്യൂട്ടൺ ആയിരിക്കില്ല, ഇത് ന്യൂട്ടൺ മീറ്റർ ആയിരിക്കണം. ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ഞാനിത് ചെയ്തിട്ടില്ല. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇതേ ആൻസർ തന്നെ കിട്ടുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ന്യൂട്ടൺ മീറ്റർ, നോട്ട് കിലോ ന്യൂട്ടൺ മീറ്റർ. മനസ്സിലായോ? അപ്പൊ അതൊന്ന് നോക്കണം കേട്ടോ. ന്യൂട്ടൺ മീറ്റർ ആണോ കിലോ ന്യൂട്ടൺ മീറ്റർ ആണോ? ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇഫ് യു ആർ ഗെറ്റിംഗ് ദ സെയിം വാല്യൂ ആണെങ്കിൽ അത് ന്യൂട്ടൺ മീറ്ററിലായിരിക്കും. മനസ്സിലായോ? അപ്പൊ അതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കണം കേട്ടോ. Then moving on to the next question. A right circular disc of weight
1500 ന്യൂട്ടൺ. അപ്പൊ നമുക്കൊരു ഡിസ്ക് ആണ്. അപ്പൊ ആദ്യം അത് തന്നെയാണ് നോട്ട് ചെയ്യേണ്ടത്. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? ഒരു ഡിസ്കിന്റെ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എ റൈറ്റ് സർക്കുലർ ഡിസ്ക് ആണ്. ഡിസ്ക് ഓഫ് വെയിറ്റ് എത്രയായിരുന്നു? ദാറ്റ് ഈസ് 1500 ന്യൂട്ടൺ. And its diameter d is given 750 mm and is free to rotate about its from rest to 300 rpm in 20 seconds. അല്ലേ? അപ്പൊ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് നോക്കി കുട്ടികളെ. അതായത് here we have the weight. Weight is equal to 1500 Newton. അല്ലേ? Then diameter d is equal to what? That is 750 mm. Next, here this disk is what? It's rotating about its geometrical axis. Geometrical axis is nothing but geometry എന്ന് പറയുന്നത് അതിന്റെ ഷേപ്പ് എങ്ങനെയാണോ ആ ഷേപ്പിന്റെ സെട്രോയിഡ് എവിടെയാണോ അതിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ്. അത് മാത്രമേ ഇതിന്റെ മീനിങ് ഉള്ളൂ. ജോമെട്രിക് ആക്സിസ് എന്ന് പറഞ്ഞാൽ ആ ഷേപ്പിന്റെ ജോമെട്രി എവിടെയാണോ അതിന്റെ സെൻട്രോയിഡ് വരുന്നത് അതിൽ കൂടെ പാസ് ചെയ്യുന്ന ആക്സിസ് ആണ് ജോമെട്രിക് ആക്സിസ്. ആൻഡ് ഈസ് കോൺസ്റ്റന്റ്ലി ആക്സലറേറ്റഡ് ഫ്രം റെസ്റ്റ്. സോ ഇനീഷ്യലി ദിസ് ബോഡി ഈസ് അറ്റ് റെസ്റ്റിംഗ് കണ്ടീഷൻ ആൻഡ് ടു ആക്സലറേറ്റഡ് ടു എ സ്പീഡ് ഓഫ് 300 rpm. അപ്പൊ ഇനീഷ്യൽ സ്പീഡ് ഓഫ് ദിസ് ഡിസ്ക് ഈസ് 0 and final speed n2 is equal to 300 rpm. And this 300 rpm speed is achieved during the time interval of t is equal to 20 seconds. Okay, so initial speed of this wheel is what? Circular disk is what? That is 0. Then during the 20 seconds, this circular disk achieved a speed of what? That is 300 rpm. Okay, then your question is to find out what determine the constant torque required to produce this acceleration. അപ്പൊ ഇതേ ആക്സലറേഷൻ, ഇത്രയും ആക്സലറേഷൻ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും സ്പീഡ് അച്ചീവ് ചെയ്യണമെങ്കിൽ അത് അപ്ലൈ ചെയ്യേണ്ട ടോർക്ക് എത്രയാണ്? മനസ്സിലായി? കോൺസ്റ്റന്റ് ടോർക്ക് എത്ര അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കും. ഇപ്പൊ ടോർക്ക് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഓർക്കുന്നുണ്ടോ കുട്ടികളെ? ഒരു ബോഡി നമ്മൾ മൊമെന്റ് ഓഫ് ഇനേഷ്യൽ പഠിച്ചിരുന്നു. അതായത് ഒരു ബോഡി അതിന്റെ പെർട്ടിക്കുലർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ഒരു ബോഡി റൊട്ടേറ്റിംഗ് ചെയ്യാന്ന് വിചാരിക്കാം. സോ ബോഡി ഈസ് റൊട്ടേറ്റിംഗ് എബൌട്ട് ആൻ ആക്സിസ്. ആക്സിസ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ ആ സ്പീഡ് എന്ത് ചെയ്യണം? ആ കോൺസ്റ്റന്റ് സ്പീഡ് കോൺസ്റ്റന്റ് ആക്കണമെങ്കിൽ, ആ സ്പീഡ് അത്ര തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ എത്ര ടോർക്ക് അപ്ലൈ ചെയ്യണം എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? മൊമെന്റ് ഓഫ് ഇനേഷ്യയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ആപ്ലിക്കേഷൻ നോക്കി കുട്ടികളെ. സോ വാട്ട് അബൌട്ട് ദി മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദാറ്റ് ബോഡി? ആ മൊമെന്റ് ഓഫ് ഇനേഷ്യ അതിന്റെ സ്പീഡ് എത്രയാണെന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ ടോർക്ക് അപ്ലൈ ചെയ്യണം. ആ ടോർക്ക് എത്ര വേണമെന്ന് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? മൊമെന്റ് ഓഫ് ഇനേഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇതേ സെന്റൻസ് ആണ് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ പോർഷൻ ഞാൻ ഫസ്റ്റ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഴുതിയിരിക്കുന്നത്. എന്തിനാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം? കാരണം നമുക്ക് ഒരുപാട് മെഷീൻസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ആ പെർട്ടിക്കുലർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ സഫീഷ്യന്റ് ആയിട്ട് എന്തെങ്കിലും കോൺസ്റ്റന്റ് ടോർക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. ആ കോൺസ്റ്റന്റ് ടോർക്ക് എന്നുള്ളത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. മനസ്സിലായോ? അപ്പൊ നമുക്ക് നോക്കാം ട്ടോ ഇത് എങ്ങനെയാ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം എന്താ ചോദിച്ചിരിക്കുന്നത്? കോൺസ്റ്റന്റ് ടോർക്ക് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ടോർക്ക് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ. അപ്പൊ നോക്കി കുട്ടികളെ, അപ്പൊ എത്ര സ്പീഡ്, അതിന്റെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മൾ സഫീഷ്യന്റ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ട്വിസ്റ്റിംഗ് ഫോഴ്സ് കൊടുക്കണം. അപ്പൊ ആ ട്വിസ്റ്റിംഗ് ഫോഴ്സ് എങ്ങനെയാ അറിയാം? ഐ വാല്യൂ അറിഞ്ഞിരിക്കണം, മൊമെന്റ് ഓഫ് ഇനേഷ്യ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ടോർക്ക് എത്രയാന്ന് അപ്ലൈ ചെയ്യേണ്ട ഫോഴ്സ് അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഫോർമുല ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, ടോർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫയാണ്. ഇനി നമുക്ക് ഐ തന്നിട്ടുണ്ടോ നോക്കണം, ആൽഫ തന്നിട്ടുണ്ടോ നോക്കണം. സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗിവൺ ഡയറക്ട്ലി, ഹൗ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദീസ് വാല്യൂസ്? അതും കൂടെ നമുക്ക് നോക്കാം. സോ നമുക്കറിയാം ഐയുടെ വാല്യൂ, സപ്പോസ് ദ മാസ് radius of gyration of the body is given, you can use the formula I equal to mk square. But in our problem, they are not given the radius of gyration. Instead of that, they have mentioned a circular disc of diameter 750 mm. So you have already studied in third module the derivation of the mass moment of inertia of a circular disc. എത്രയാ mass moment of inertia of a circular disc? I is equal to, formula എന്തായിരുന്നു കുട്ടികളെ? I is equal to mr square divided by 2. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. I is equal to mr square divided by 2 ഡിസ്കിന്റെ ഫോർമുല. അതുകൊണ്ടാണ് ഡെറിവേഷന്റെ ഫോർമുല ഒക്കെ പഠിച്ചിട്ടുള്ളത് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഡിസ്കിന്റെ ഫോർമുല ഇത് നമുക്ക് വേണ്ട കേട്ടോ. ഇത് ജനറൽ ഫോർമുലയാണ്. I is equal to mk square എന്ന് പറഞ്ഞാൽ അത് റേഡിയസ് ഓഫ് ഗൈറേഷൻ തന്നിരുന്നെങ്കിലാണ്. സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് ഗിവൺ, നിങ്ങൾ ഇതിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തന്നിട്ടില്ല, ഈ ഒരു വാല്യൂ തന്നിട്ടില്ലല്ലോ നമുക്ക്. ഇല്ല, ഇറ്റ് ഈസ് നോട്ട് ഗിവൺ. 1 minute. മനോജ് സർ
Okay. So the radius of gyration of the disk is not given. You don't bother about this equation. That is I equal to mk square. നമുക്ക് വേണ്ട. നമുക്ക് തന്നിരിക്കുക എന്താ ഡിസ്ക് ആണെന്ന് നോക്കേ വേണ്ട കേട്ടോ. ഇത് വേണ്ട. നമുക്ക് മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് ദ ഡിസ്ക് I is equal to ഫോർമുല എന്തായിരുന്നു mr square divided by 2. But in our problem, the mass of the body is not given directly. Mass തന്നിട്ടുണ്ടോ? ഇല്ല. Instead of that, the weight is given. വെയിറ്റ് എത്രയായിരുന്നു തന്നിരിക്കുന്നത്? 1500 ന്യൂട്ടൺ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ അതിനെങ്ങനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യാം? മാസ് ഇസ് ഈക്വൽ ടു W/G, ദാറ്റ് ഈസ് ഈക്വൽ ടു 1500 divided by 9.81 into r square by 2. What about the radius of the disk? The radius is not given. Instead of that, diameter is given. അല്ലേ? അപ്പൊ നമുക്ക് r is equal to and the radius is equal to diameter by 2 ആണ്. That is 750. 750 mm ആണ് നമുക്ക് തന്നിരിക്കുന്നത്. 750 mm നമ്മൾ അത് എന്തിലേക്ക് മാറ്റണം? മീറ്ററിലേക്ക് മാറ്റണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 750 divided by 1000, that is equal to 0.75 meter. അപ്പൊ റേഡിയസ് കിട്ടി. അപ്പൊ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. That is mr square by 2. So 1500 divided by 9.5 into എന്ത് വരും? ആറിന്റെ വാല്യൂ എന്താ? 0.75 divided by 2 ചെയ്യാൻ മറക്കല്ലേ. 2 ചെയ്യാൻ മറക്കരുത് കേട്ടോ. d/2 അല്ലേ? all divided by 2. ഇതിൽ ഓൾറെഡി ഉള്ള ഒരു 2 ഉണ്ട്. mr square by 2 അല്ലേ? അങ്ങനെ കിട്ടുവാണെങ്കിൽ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ I is നമുക്ക് എന്ത് കിട്ടി? കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ തെറ്റിക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ട് ഉണ്ടായിരിക്കും, എന്താണ് മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കിലോഗ്രാമിൽ പറയാനായിട്ട് കാരണം? എന്താ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഫോർമുല എന്തായിരുന്നു? I is equal to mr square എന്നാണ് ഫോർമുല. ജനറൽ ഫോർമുലയാണ്. mx സ്ക്വയർ my സ്ക്വയർ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. m എന്ന് പറയുന്നത് മാസ് ആണ്. എന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം. എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആണ്. അതിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ സ്ക്വയർ ആണ്. കിലോഗ്രാം മീറ്റർ സ്ക്വയർ. സോ മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ്. അതുകൊണ്ടാണ് ഏരിയ മൊമെന്റ് ഓഫ് ഇനേഷ്യ അല്ല, ഇറ്റ്സ് മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ. മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ യൂണിറ്റ് എന്താ? കിലോഗ്രാം മീറ്റർ സ്ക്വയർ. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റിനെയൊക്കെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കാരണം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഐയുടെ വാല്യൂ കിട്ടി. അപ്പൊ നമുക്ക് എത്രയാണ്? മാസ് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് ഈക്വൽ ടു 10.75 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ആൽഫയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ആൽഫ തന്നിട്ടുണ്ടോ? ആംഗുലർ ആക്സലറേഷൻ ഇല്ല. ബട്ട് അവരെന്ത് പറഞ്ഞിട്ടുണ്ട്? ദ ഇനീഷ്യൽ സ്പീഡ് ഓഫ് ദ ഫ്ലൈവീൽ ഡിസ്ക് ഈസ് വോട്ട് 0. ദ ഫൈനൽ സ്പീഡ് n2 ഈസ് ഈക്വൽ ടു 300 rpm. അപ്പൊ ഇനീഷ്യൽ സ്പീഡ് 0 ആണെങ്കിൽ ഇനീഷ്യൽ ആംഗുലർ വെലോസിറ്റി ω1 ഈസ് ഓൾസോ 0. Then ω2 ഈസ് ഈക്വൽ ടു 2 pi n2 divided by 60. That is equal to 2 pi into n2 is equal to how much? It is 300 divided by 60. ω2 അറിയാം. And speed changes occurs during the interval of 20 seconds. അപ്പൊ ടിയുടെ വാല്യൂ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് എന്തൊക്കെയാ? ബൈ കണക്ടിങ് ω1 ω2 t, then alpha we have to find out. അല്ലേ? So by connecting these four terms, we have an equation that is ω2 is equal to ω1 plus alpha t. So by substituting all these values, you will get alpha as 1.57 radian per second square. അല്ലേ? അപ്പൊ നോക്കി കുട്ടികളെ, now you can substitute all these values in our equation. Therefore, torque T is equal to 16.88 Newton meter. മനസ്സിലായോ? ഇതാണ് ഇത്രയും കോൺസ്റ്റന്റ് ടോർക്ക് നമ്മൾ അപ്ലൈ ചെയ്യണം. ഈ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ 300 rpm വേണമെങ്കിൽ എനിക്ക് വേണ്ടത് എത്രയാണ്? 16.88 Newton meter. Okay. So hope you understood this problem. Clear ആയോ കുട്ടികളെ? ഹലോ, is it clear? Hello. So this topic is over. ഞാൻ അടുത്ത ടോപ്പിക്കിന്റെ ഫോട്ടോ കോപ്പി ഒന്നും എടുക്കട്ടെ കേട്ടോ. ഒന്നും ഡൗൺലോഡ് ചെയ്യണം. ഇത് കഴിഞ്ഞ് ഞാൻ സ്റ്റോപ്പ് ഷെയറിംഗ് കൊടുക്കാണ്. നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് നോക്കണം കേട്ടോ. എനിക്ക് എല്ലാ പ്രോബ്ലം ക്ലാസ്സിൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ടൈമിനനുസരിച്ച്
ഓരോ പ്രോബ്ലം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം കേട്ടോ. കുറെ കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട്, നല്ല കാര്യം. ടോപ്പിക് ഇസ് റൊട്ടേഷൻ അണ്ടർ കോൺസ്റ്റന്റ് മൊമെന്റ്. അതിന്റെ തിയറി എന്ന് പറയുന്നത് ജസ്റ്റ് 2 വേർഡ്സേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പൊ അത് ഞാൻ നോക്കുന്നില്ല കേട്ടോ. നേരെ ഞാൻ ടോപ്പിക്കിലേക്ക്, പ്രോബ്ലത്തിലേക്ക് കിടക്കും. ഈ ക്ലാസ് കഴിയാറായിട്ട് ജോയിൻ ചെയ്തവരാരാണ്? എത്ര പേര് ക്ലാസ് കഴിയാറായിട്ട് ജോയിൻ ചെയ്തത്? ഓക്കെ, സോ റൊട്ടേഷൻ അണ്ടർ കോൺസ്റ്റന്റ് മൊമെന്റ്. ഫസ്റ്റ് പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ്. ഫസ്റ്റ് പ്രോബ്ലം, എ സോളിഡ് സർക്കുലർ ഡ്രം ഓഫ് റേഡിയസ് a solid circular drum of radius 0.3 meter and weight 150 Newton is free to rotate about its geometric axis as shown in figure. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഡ്രം അല്ലെങ്കിൽ ഒരു പുള്ളി എന്ന് വിചാരിച്ചു. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് റൊട്ടേറ്റ് ചെയ്യണം. എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യണേ നോക്കി. ഇതാണ് ഇതിന്റെ ആക്സിസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദ ആക്സിസ്. ഇതാണ് ഇതിന്റെ ആക്സിസ്. ഈ ആക്സിസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? ഈ ഡ്രം അങ്ങ് റൊട്ടേറ്റ് ചെയ്യണം. അപ്പൊ ഈ ഡ്രമ്മിന്റെ റേഡിയസ് തന്നിട്ടുണ്ട്. ദ റേഡിയസ് ഓഫ് ദിസ് ഡ്രം ഈസ് 0.3 മീറ്റർ ആൻഡ് വെയിറ്റ് ഈസ് 150 ന്യൂട്ടൺ. അപ്പൊ ഇതിന്റെ റേഡിയസ് നമുക്കറിയാം എത്രയാ? റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു 0.3 meter and its weight is equal to 150 Newton and it is free to rotate about its geometric axis. Geometry എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്രദ്ധിച്ചോ, അത് ഷേപ്പ് ആണ്. ഓക്കെ, ജോമെട്രി എപ്പോഴും അതിന് ഇപ്പൊ പറയും മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇറ്റ് വിൽ ഡിപ്പെൻഡ്, ഇറ്റ്സ് എ ജോമെട്രിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയാം. എപ്പോഴും ശ്രദ്ധിച്ചോളൂ, മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇസ് എ ജോമെട്രിക്കൽ പ്രോപ്പർട്ടി, ഒരു സെൻട്രോയിഡ് ഇസ് എ ജോമെട്രിക്കൽ പ്രോപ്പർട്ടി. ജോമെട്രി എന്ന് പറഞ്ഞാൽ അതിന്റെ ഷേപ്പ് ആണ്. എങ്ങനെയാണോ അതിന്റെ ഷേപ്പിനനുസരിച്ച് സെൻട്രോയിഡ് അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ വാരി ചെയ്തുകൊണ്ടിരിക്കും ഇല്ലേ? സെൻട്രോയിഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മോഡ് വിൽ ചേഞ്ച്, മൊമെന്റ് ഓഫ് ഇനേഷ്യ വിൽ ഓൾസോ ബി ചേഞ്ച്. ഓക്കെ, അപ്പൊ പറഞ്ഞിരിക്കാം എന്താ? And wound around the circumference of the drum is a flexible cord carrying its free end
എ വെയിറ്റ് 45 ന്യൂട്ടൺ. അപ്പൊ എന്താ ചെയ്തിരിക്കുന്നത്? ഇതിന് ഈ ഡ്രമ്മിന് ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിന്റെ സർക്കംഫറൻസിൽ എന്ത് ഒരു ഫ്ലെക്സിബിൾ കോഡ്, ഓക്കെ, വൺ കോഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു വൂൺ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ ജസ്റ്റ് ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ട്, ചുറ്റി വെച്ചിട്ടുണ്ട്, ഓക്കെ. ആൻഡ് അതിന് ഫ്രീ എൻഡിന് ആ ഒരു കോഡിന്റെ ഫ്രീ എൻഡിൽ എന്തുണ്ട്? ഒരു വെയിറ്റ് ഉണ്ട്, അല്ലെ? ആ വെയിറ്റ് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? ഇറ്റ്സ് 45 ന്യൂട്ടൺ. അപ്പൊ ഇതിന്റെ വെയിറ്റ് 45 ന്യൂട്ടൺ ആണ്. ആൻഡ് ഇഫ് ദ വെയിറ്റ് ഈസ് റിലീസ്ഡ് ഫ്രം റെസ്റ്റ്, അപ്പൊ ഇതെന്ത് ചെയ്യാണ്? ആദ്യം ഈ വെയിറ്റ് ഇവിടെ റെസ്റ്റിംഗ് കണ്ടീഷനിലായിരുന്നു. ഈ റിലീസ്ഡ് ഫ്രം റെസ്റ്റ്, ഫൈൻഡ് ദ ടൈം ടി റിക്വയർഡ് ഫോർ ഇറ്റ് ഫോൾ ത്രൂ എ ഹൈറ്റ് ഓഫ് 3 മീറ്റർ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത് ഇവിടെ ഒരു റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഈ ഒരു വെയിറ്റ് ഇവിടെ ഇരുന്നിരുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇനീഷ്യലി ഈ ക്യൂ ആയിട്ട് റെസ്റ്റ് ആണ്. ഇനീഷ്യലി ഇതിന്റെ പൊസിഷൻ എന്തായിരുന്നു? റെസ്റ്റിംഗിലായിരുന്നു. ഇനി ഇതിനെന്ത് ചെയ്യാണ്? അവരതിന് ഫ്രീ ഫോൾ ചെയ്യണം, അത് താഴേക്ക് ഇടുക. എത്ര ഇതിലിട്ടു? ഒരു 3 മീറ്റർ ഡിസ്റ്റൻസിലാണ് അവരതിനെ താഴേക്കിട്ടത്. 3 മീറ്റർ ഡിസ്റ്റൻസിൽ അതിന് താഴേക്കിട്ടു. അങ്ങനെയാണെങ്കിൽ അവർ എന്ത് പറയുന്നത്? ഫൈൻഡ് ദ ടൈം ടി റിക്വയർഡ് ഫോർ ഇറ്റ് ടു ഫോൾ ടു ദ ഹൈറ്റ് ഓഫ് 3 മീറ്റർ. അപ്പൊ 3 മീറ്റർ ഹൈറ്റിൽ ഇത് ഫോൾ ചെയ്യണമെങ്കിൽ എത്ര ടൈം വേണം? ദ ടൈം റിക്വയർഡ് ഫോർ the weight to fall through the height of 3 meter. അപ്പോൾ 3 മീറ്റർ ഹൈറ്റിലേക്ക് താഴെ കിട്ടണമെങ്കിൽ എന്ത് വേണം? എത്ര ടൈം നമുക്ക് വേണം എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പൊ ശ്രദ്ധിച്ചോളൂ. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി എപ്പോഴും റൊട്ടേറ്റിംഗ് ബോഡിയാണ്. ഈ റൊട്ടേറ്റിംഗ് ബോഡിയിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? 2 ബോഡി ഉണ്ടല്ലേ ഇവിടെ. ഒന്ന് ഡ്രം ആണ്, രണ്ടാമതൊന്ന് അതിന്റെ റേഡിയസ് ആണ്, പിന്നെ നമുക്ക് അനദർ വെയിറ്റ് തന്നിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെ വെച്ചിട്ടാണ്? ഒരു കോഡ് വെച്ചിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ സോൾവ് ചെയ്യുക? നമുക്ക് സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ടോർക്കിന്റെ ഫോർമുല വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ടോർക്ക് ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്നുള്ളൊരു ഇക്വേഷൻ വെച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? ഇതിലെ വേണ്ട ടൈമിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. അപ്പൊ നോക്കിക്കോട്ടെ, ദാറ്റ് ഈസ് ലെറ്റ് പി ബി ദ ടെൻഷൻ ഇൻ ദ സ്ട്രിംഗ്. ഞാൻ പറയാണ്, ഈ സ്ട്രിങ്ങിലെ ടെൻഷൻ എന്ന് പറഞ്ഞ് ടി ആണെന്ന് വിചാരിക്കും. ലെറ്റ് പി, സോറി ടി അല്ല പി, ബിക്കോസ് ഓൾറെഡി ടോർക്കിന് നമ്മൾ ടി എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്ട്രിങ്ങിൽ ഞാൻ പറഞ്ഞു, ഈ സ്ട്രിങ് എന്ത് വെച്ചിട്ടാണ് ഈ ഡ്രമ്മും ഈ വെയിറ്റും കണക്ട് ചെയ്തിരിക്കുന്നത്? ബൈ എ സ്ട്രിങ്. അപ്പൊ യു നോ ദാറ്റ് വിച്ച് ഫോഴ്സ് എക്സിസ്റ്റ് ഇൻ എ സ്ട്രിങ്? ഒരു ടെൻസൈൽ ഫോഴ്സ്, ഒരു പുള്ളിംഗ് ഫോഴ്സ് ആണ് എപ്പോഴും എന്തുണ്ടായിരിക്കുക? ഒരു സ്ട്രിങ്ങിൽ ഉണ്ടായിരിക്കുക, അല്ലെ? അപ്പൊ നോക്കിക്കോ, ടോർക്ക് ടി ഈസ് ഈക്വൽ ടു, ടോർക്കിന്റെ ഫോർമുല എന്താ? ട്വിസ്റ്റിംഗ് ഫോഴ്സ്. ടോർക്കിന്റെ ഫോർമുല എന്താ? ട്വിസ്റ്റിംഗ് ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് നമ്മൾ പറയാം, അല്ലെ? ഇപ്പോഴും വരുന്ന ടോർക്കിന്റെ ഫോർമുല എന്താ? പി ഇൻറ്റു ആർ ആണ് ടോർക്ക്, അല്ലെ? പി അല്ലെങ്കിൽ ഏത് ടേം വെച്ചത്? എഫ് ഇൻറ്റു ആർ ആണോ പി ഇൻറ്റു ആറോ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ. അതേ ഇൻറ്റു അതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ ടോർക്ക് എന്ന് പറയുന്നത്, അല്ലെ കുട്ടികളെ? ഇനി അപ്പൊ അതുപോലെ തന്നെ ടോർക്കിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്. എന്താ? നമ്മൾ നേരത്തെ പഠിച്ചു, ടോർക്ക് ടി ഈസ് ഈക്വൽ ടു ഐ ആൽഫ എന്നുള്ള ഇക്വേഷൻ കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടി ഈസ് ഈക്വൽ ടു ഐയുടെ ഫോർമുല ഇവിടെ നോക്കിയാൽ ഈ സർക്കുലർ ഡ്രം ആണ്, സർക്കുലർ ഡിസ്കിന് ഈക്വൽ തന്നെയാണത്. അപ്പൊ അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഴ്ഷ്യ എന്ന് പറഞ്ഞാൽ ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 ആണ്. ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി അത് കിട്ടി. ഇനി അതുപോലെ തന്നെ ആൽഫ, ഈ ഇക്വേഷൻ നിങ്ങൾ നോക്കണ്ട കേട്ടോ, അത് ജനറൽ ഇക്വേഷൻ ആണ്. ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ. ഐ ഈക്വൽ ടു എം കെ സ്ക്വയർ. നമുക്കിവിടെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഇസ് നോട്ട് ഗിവൺ. അതിന് പകരം അത് സർക്കുലർ ഡ്രം ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജനറൽ ഫോർമുല ഐ ഇസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ ഐയുടെ വാല്യൂ കിട്ടും. ഇനി എനിക്ക് എന്ത് കൊടുക്കണം? ഈ ആൽഫയുടെ ഇക്വേഷൻ കൊടുക്കണം. ആൽഫയുടെ ഇക്വേഷൻ എനിക്ക് എന്തെങ്കിലും ഒരു തന്നിട്ടുണ്ട്? ഒരു വാല്യൂ തന്നിട്ടില്ല. പിന്നെ എങ്ങനെ ഞാൻ ആൽഫയുടെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും? ദർ ഇസ് റിലേഷൻ ബിറ്റ്വീൻ, ഈ ടെക്സ്റ്റ് ബുക്കിന്റെ ആദ്യം തന്നെ നിങ്ങൾ നോക്കണേ, there is a relation between linear acceleration and angular acceleration. That is nothing but, that is linear acceleration A is equal to R alpha. ഇതാണ് ഇക്വേഷൻ. മനസ്സിലായോ? That is the relation between linear acceleration and angular acceleration. A is the linear acceleration and alpha is the angular acceleration. From this you can write alpha is equal to എന്ത് എഴുതാം? A by R എന്ന് കൊടുക്കാം. എന്താ ഞാൻ A by R എന്ന് കൊടുക്കാൻ കാരണം? Because the radius of the drum is given, അല്ലെ? റേഡിയസ് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആൽഫ ഇസ് ഈക്വൽ ടു എ ബൈ ആർ എന്ന് കൊടുക്കാനായിട്ട് കാരണം. അപ്പൊ ഞാൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടോർക്ക് ടി ഈസ് ഈക്വൽ ടു ഐ ആൽഫ, ദാറ്റ് ഈസ് എം ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ ബൈ ആർ. ഇനി ഫ്രം ദിസ് 1 ആറും ക്യാൻസൽ ആയി. റിമൈനിങ് യു ഹാവ് എം എ ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി നമുക്ക് ടോർക്കിന് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. എനിക്ക് ടിയുടെ വാല്യൂ എപ്പോഴും കിട്ടിയിട്ടില്ല. ടിയുടെ വാല്യൂ എങ്ങനെ കിട്ടാനാണ് ഞാൻ നോക്കുന്നത്. അപ്പൊ എനിക്ക്
ടിക്ക് വേറൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. എന്താ ടോർക്കിന്റെ ഇക്വേഷൻ? ടോർക്ക് ടി ഈസ് ഈക്വൽ ടു, നമുക്കറിയാം ഫോഴ്സ് ഇട്ട് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഇതിൽ എന്ത് ഫോഴ്സ് കൊണ്ടാണ് ഈ ഡ്രം റൊട്ടേറ്റ് ചെയ്യുക? ഞാൻ ഈ വെയിറ്റ് താഴേക്ക് ഇടുമ്പോഴല്ലേ ഈ ഡ്രം റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതിൽ വരുന്ന ഫോഴ്സ് ഏതാ? ടെൻസൈൽ ഫോഴ്സ് ആണ് അല്ലെ? അപ്പൊ ഈ ടി ഇറ്റു ഈ ഡിസ്റ്റൻസ് എത്രയാ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രമ്മിന്റെ റേഡിയസ് ആണ്. ദാറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു പി ടു ആർ. അപ്പൊ നമുക്ക് രണ്ടും ഇക്വേറ്റ് ചെയ്തൂടെ? രണ്ടും ടോർക്ക് തന്നെയല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്താണ്? ഒന്ന് ടോർക്ക് ഈസ് ഈക്വൽ ടു ടി ഈസ് ഈക്വൽ ടു പി ടു ആർ. ഫസ്റ്റ് ഇക്വേഷൻ എന്തായിരുന്നു? ടോർക്ക് ടി ഈസ് ഈക്വൽ ടു പി ഇൻറ്റു ആർ. Another equation T is equal to I alpha. So from this equation, it is very clear that the left hand side of this equation is same, so that you can equate the right hand side also. PR is equal to I alpha. അപ്പൊ എനിക്ക് വാല്യൂസ് ഒക്കെ കൊടുത്തൂടെ? ദാറ്റ് ഇസ് പി ഇൻറ്റു ആർ ഇസ് ഈക്വൽ ടു എം എ ആർ ഡിവൈഡഡ് ബൈ 2. therefore P is equal to എന്തായിരിക്കും? മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡിവൈഡഡ് ബൈ 2. ഇനി അടുത്തത് ഞാൻ നോക്കി. ഇപ്പൊ ഞാൻ നോക്കിയത് എന്താ? ഞാനിപ്പോ പുള്ളിയുടെ റൊട്ടേഷൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ, പുള്ളിയുടെ മോഷൻ മാത്രമാണ് ഞാൻ നോക്കിയത്. ഇനി ഇവിടുത്തെ സ്ട്രിങ്ങിന് അല്ലെങ്കിൽ വെയിറ്റിന് എന്ത് മൂവ്മെന്റ് ഉള്ളത്? വെർട്ടിക്കൽ മോഷൻ ആണ് അല്ലെ? ഈ റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഇരിക്കുന്ന ബോഡി എന്ത് ചെയ്തു? താഴേക്ക് വീണു. ദാറ്റ് ഈസ് വെർട്ടിക്കൽ മോഷൻ ആണ്. അങ്ങനെ വെർട്ടിക്കൽ മോഷൻ ആണെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പൊ ഇവർ നോക്കിയ കൂട്ടില്ല എങ്ങനെ ഇവര് ചെയ്തിരിക്കുന്നതെന്ന് അറിയും. ഇവരതിനെ സോൾവ് ചെയ്തു. എങ്ങനെ സോൾവ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു തരാം. ഈ ടേം നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. ഇവിടെ ക്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു വെയിറ്റ് തന്നത് കൊണ്ടാണ്. ഓക്കെ, ഉടനെ കിടക്കട്ടെ, അതൊന്ന് യൂസ് ചെയ്യാം. ഞാൻ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. കാരണം ഇവിടെ ഫോർത്ത് മോഡ്യൂളിൽ വരുന്ന പോർഷൻ ആണ് ഞാൻ ഇവിടെ വെച്ച് പറഞ്ഞു തരാം. ഇതാണ് നമ്മൾ ഇപ്പൊ ഞാൻ ഈ അടുത്തത് ഇത്രയും നേരം ഞാൻ നോക്കിയത് എന്തിന്റെ മോഷൻ ആയിരുന്നു? ഡ്രമ്മിന്റെ മോഷൻ ആയിരുന്നു. അപ്പൊ കൺസിഡർ ദ മോഷൻ ഓഫ് ദ ഡ്രം എന്ന് നിങ്ങളവിടെ എഴുതണം കേട്ടോ, അത് അവർ പറഞ്ഞിട്ടില്ല. നെക്സ്റ്റ് കൺസിഡർ ദ വെർട്ടിക്കൽ മോഷൻ ഓഫ് ദ ബോഡി ക്യൂ. അപ്പൊ ക്യൂവിന്റെ മോഷൻ ഞാൻ കൺസിഡർ ചെയ്യണം. അപ്പൊ ക്യൂ എങ്ങനെ മൂവ് ചെയ്യുന്ന നോക്കി. ക്യൂവിന്റെ വെയിറ്റ് നോക്കി എത്രയായിരുന്നു? ക്യൂ ഈസ് ഈക്വൽ ടു വെയിറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? വെയിറ്റ് ഓഫ് ദിസ് ക്യൂ, വെയിറ്റ് ഓഫ് ദിസ് ബോഡി ക്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 45 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇതൊരു സ്ട്രിങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഓൾവേസ് എന്ത് ഫോഴ്സ് ആയിരിക്കും? ടെൻസൈൽ ഫോഴ്സ് ആണ് എക്സിസ്റ്റ് ചെയ്യുക. You know that the tensile force is always acting away from the ball. മനസ്സിലായോ? ഇനി ഞാൻ ഇതിനെ സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യണം നോക്കിക്കോ. എന്ത് ഇക്വേഷൻ വെച്ചിട്ടാണ് നോക്കി. ദാറ്റ് ഈസ് എഫ് ഇസ് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ സാധാരണ നമ്മൾ ജനറലി ഒരു വെർട്ടിക്കൽ മോഷൻ ഓഫ് ദ ബോഡി നമ്മൾ സോൾവ് ചെയ്യുന്നത് എഫ് ഈക്വൽ ടു എം എ എന്നുള്ള ന്യൂട്ടൺ സെക്കൻഡ് ലോ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എഫ് ഈസ് ഈക്വൽ ടു എം എ. എഫ് മീൻസ് നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ ദ ബോഡി, എം മീൻസ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് എ ഈസ് ദി ആക്സലറേഷൻ ഓഫ് ദ ബോഡി. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് വിചാരിക്കും ഞാൻ എന്തിനാ ഇപ്പൊ ഈ എയുടെ വാല്യൂ, എന്തിനാ ഞാൻ ഈ വെർട്ടിക്കൽ മോഷൻ കൺസിഡർ ചെയ്യാനുള്ള ആവശ്യം, എന്തിനാ ഞാനത് കണ്ടുപിടിക്കണ്ടേ? കാരണം എന്താ? എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എത്ര ടൈം കൊണ്ടാണ് ഈ ബോഡി താഴേക്ക് വരുന്നതെന്നാണ് അറിയേണ്ടത്. അപ്പൊ എത്ര ടൈം എന്ന് അറിയണമെങ്കിൽ എനിക്ക് ഇക്വേഷൻ ഓഫ് മോഷൻ ഉണ്ട്. ഡിഫറെന്റ് ഇക്വേഷൻ ഓഫ് മോഷൻ അതായത് വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, then b square is equal to u square plus 2as, then s is equal to s എല്ലാം ഇവിടെ ഹൈറ്റ് ആയതുകൊണ്ട് h is equal to ut plus half at square. ഇതൊക്കെ എനിക്ക് ഇവിടെ ഉണ്ട് അല്ലെ? അപ്പൊ എനിക്ക് എന്ത് വേണം? എനിക്ക് കണ്ടുപിടിക്കേണ്ട ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൈറ്റ് 3 എന്ന് അവർ തന്നിട്ടുണ്ട് അല്ലെ? ഹൈറ്റ് 3 ആണെന്ന് അവർ തന്നിട്ടുണ്ട്. ഹൈറ്റ് ഈസ് 3 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇനീഷ്യലി ബോഡി റെസ്റ്റിംഗ് കണ്ടീഷനിലാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ യുന്റെ വാല്യൂ 0 ആണ്. ടിയുടെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കണം. ആക്സലറേഷൻ എനിക്ക് അറിയോ? ഇല്ല, ആക്സലറേഷൻ എനിക്ക് അറിയില്ല. അപ്പൊ ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ എന്ത് വഴിയുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ആക്സലറേഷൻ കണ്ടുപിടിക്കാനാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ ബോഡിയുടെ മോഷൻ കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ തിരിച്ചു വരികയാണ്. പ്രോബ്ലത്തിന്റെ ആദ്യം എന്താണ് കണ്ടുപിടിക്കേണ്ടത്, എന്നിട്ട് വേണം നമ്മൾ ബാക്കിയുള്ളതിലേക്ക് വരാനായിട്ട്. മനസ്സിലായോ? ഞാൻ ഇവിടെ ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. അങ്ങനെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? അത് സോൾവ് ചെയ്യണം. എന്ത് ഇക്വേഷൻ വെച്ചിട്ട് സോൾവ് ചെയ്യണേ? എഫ് ഈക്വൽ ടു എം എ. ശ്രദ്ധിച്ചോളൂ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണോ? എഫ് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആറ്റ് ദ ബോഡി, എം ഈസ് മാസ് ഓഫ് ദ ബോഡിയാണ്, എ ഈസ് ദ ആക്സലറേഷൻ ഓഫ് ദ ബോഡിയാണ്. ഇതിലെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര ഫോഴ്സ് ഉണ്ടോ അതിന്റെ ഓൾജിബ്രിക് സമ്മേഷൻ ആണ്. ചിലത് അപ്വേർഡ് ആയിരിക്കും, ചിലത് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ആയിരിക്കും, ചിലത് ടുവേർഡ്സ് റൈറ്റ് ആയിരിക്കും, ചിലത് എന്തുമായിരിക്കും? ടുവേർഡ്സ് ലെഫ്റ്റ് ഡിറക്ഷൻ ആയിരിക്കും. ആരെങ്കിലും ഒരാൾ എനിക്ക് ആ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തു തരുമോ? അറ്റൻഡൻസിന്റെ ടൈം ആവാറായിട്ടുള്ള
ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ നോക്കിയാൽ എനിക്ക് എന്താ ഈക്വൽ ടു എം എന്നാണ്. ഇത് നെറ്റ് ഫോഴ്സ് ഏതാ? ഒന്ന് ടി ഉണ്ട്, ഒന്ന് 45 ഉണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക ഏതാണ് ഞാൻ പോസിറ്റീവ് കൊടുക്കുക, ഏതാണ് നെഗറ്റീവ് കൊടുക്കുക. എപ്പോഴും ശ്രദ്ധിച്ചോളൂ, സ്റ്റാറ്റിക്സിലാണ് നമ്മൾ എന്താ സ്വിം ചെയ്യാറ്? ടുവേർഡ്സ് റൈറ്റ് പോസിറ്റീവ്, ടുവേർഡ്സ് ലെഫ്റ്റ് നെഗറ്റീവ് എടുക്കുക. അതും അങ്ങനെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഏത് ഡിറക്ഷൻ പോസിറ്റീവ് വേണമെങ്കിൽ എടുക്കാം. ഒരു ഡയറക്ഷൻ പോസിറ്റീവ് ആണെങ്കിൽ നെക്സ്റ്റ് ഡിറക്ഷൻ അതർ ഡിറക്ഷൻ നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് ഡൈനാമിക്സ് ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഡൈനാമിക്സിൽ അങ്ങനെയല്ല. നിങ്ങൾ ഫോർത്ത് മോഡ്യൂളിലെ വീഡിയോസ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് ഡൈനാമിക്സ് ഒരു ബോഡി മൂവിങ് കണ്ടീഷൻ ആണെങ്കിൽ ഒരിക്കലും ടുവേർഡ്സ് റൈറ്റ് ലെഫ്റ്റ് എന്നല്ല എടുക്കുക. ബോഡി ഏത് ഡിറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് ആ ഡിറക്ഷനിൽ വരുന്നതൊക്കെയാണ് എന്ത് വരുന്നത്? പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നത്. ദ ഫോഴ്സസ് വിച്ച് ആർ ആക്ടിങ് ടുവേർഡ്സ് ദ ഡിറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ബോഡി ഈസ് assumed as positive and opposite to that as negative. ഞാൻ എന്താ പറഞ്ഞേ? ബോഡി മൂവ് ചെയ്യുന്ന ഏത് ഡയറക്ഷനിലാണോ അതിൽ ആക്ട് ചെയ്യുന്ന ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സ് എന്തായിട്ട് എടുക്കണം? പോസിറ്റീവ് ആയിട്ട് എടുക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. സോ ഹിയർ ഫ്രം ദിസ് ഡയഗ്രാം ഓർ ഫ്രം ദിസ് ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് വെരി ക്ലിയർ ദാറ്റ് ദ ബോഡി ഓഫ് 45 ന്യൂട്ടൺ ഈസ് മൂവിംഗ് ഡൗൺവേർഡ് ഡയറക്ഷൻ. താഴേക്കല്ലേ വരുന്നത്? അപ്പൊ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 45 ന്യൂട്ടൺ ആണ്. അപ്പൊ 45 ന്യൂട്ടൺ എന്തായിരിക്കണം? പോസിറ്റീവ്. Then T up opposite direction, T up ഇവിടെ ആക്ട് ചെയ്യുന്നത്. അപ്പൊ എന്തൊരു? മൈനസ് ടി. ടെൻഷൻ ഇൻ ദ സ്ട്രിങ്. ടെൻഷൻ അവർ പി എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഞാനും പി എന്നുള്ള ലെറ്ററിലാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ ബോഡി ഈസ് നോട്ട് ഗിവൺ. മാസ് ആണോ തന്നിരിക്കുന്നത്? അല്ല, വെയിറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ എങ്ങനെ വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക? 45 വെയിറ്റ് 45 ഡിവൈഡഡ് ബൈ 9.81 ഇൻടു ആക്സലറേഷൻ എനിക്കറിയില്ല, ഞാനത് കണ്ടുപിടിക്കണം. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇവിടെ നോക്കിയ കുട്ടികളെ എന്തൊക്കെ കണ്ടുപിടിച്ചു നോക്കിയേ. ദാറ്റ് ഈസ് 45 മൈനസ് പി ഈസ് ഈക്വൽ ടു 45 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു എന്ത് കിട്ടി? എന്ന് കൊടുത്തു. അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇതെങ്ങനെ സോൾവ് ചെയ്തെന്ന് ക്ലിയർ ആയോ? ഹലോ 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 ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? ഇക്വേഷൻ എഴുതിയത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? എഫ് ഇസ് ഈക്വൽ ടു എം എ, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേന്നുള്ളൂ. എഫ് എന്ന് പറഞ്ഞാൽ എന്താ? നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡിയാണ്. നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊക്കെയുണ്ട് ഇവിടെ? വി ഹാവ് 45 ന്യൂട്ടൺ ആൻഡ് പി ആണ് അല്ലേ? അപ്പൊ അതെങ്ങനെ നമ്മൾ ചെയ്യുന്നത്? ഇതിൽ ഏതാണോ ബോഡി മൂവ് ചെയ്യുന്ന ഡിറക്ഷനിൽ വരുന്നത് അത് പോസിറ്റീവ്. ബോഡി എവിടേക്കാണ് മൂവ് ചെയ്യുന്നത്? താഴേക്ക്, അത് 45. ദെൻ അപ്വേർഡ് ഏതാ വരുന്നത്? അത് ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഏതാ? പി ആണ്. അപ്പൊ അതെന്ത് വരും? നെഗറ്റീവ്. ഇനി ഈ പിയുടെ ആക്സലേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, പിയുടെ വാല്യൂ നമുക്കറിയോ? ഇല്ല. അപ്പൊ നമ്മൾ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. പി ഇസ് ഈക്വൽ ടു എന്താ? എം എ ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പൊ അതെനിക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പൊ വരും 45 മൈനസ് എം എ ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 45 ഡിവൈഡഡ് ബൈ 9.81 ഇൻറ്റു എ ആണ് അല്ലേ? അപ്പൊ ഇതൊന്ന് സോൾവ് ചെയ്തേക്ക്. മാസ് നമുക്കറിയാലോ. ഇവിടെയും എമ്മിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 9.81 ഡിവൈഡഡ് ബൈ 2. സോറി, 45 ഡിവൈഡഡ് ബൈ 9.81 കൊടുക്കാം അല്ലെ? അങ്ങനെ നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഹിയർ ഓൺലി അൺനോൺ ടേം ഈസ് വാട്ട്? ആക്സലറേഷൻ. അപ്പൊ അതിൽ നിന്ന് ആക്സലറേഷന്റെ വാല്യൂ കിട്ടും. ആക്സലറേഷൻ എത്രയാ? ദാറ്റ് ഈസ് 3.68 മീറ്റർ സെക്കൻഡ് സ്ക്വയർ. ഇപ്പൊ ആക്സലറേഷൻ കിട്ടിയില്ലേ? ഇനി ആക്സലറേഷന്റെ വാല്യൂ നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ കൊടുക്കാം. ആക്സലറേഷൻ വാല്യൂ 3.68 എന്ന് കൊടുക്കാം അല്ലെ? therefore t is equal to ടൈമിന്റെ വാല്യൂ എന്താ? 1.28 സെക്കൻഡ്സ്. അപ്പൊ ഒരു 1.28 സെക്കൻഡ് കൊണ്ടാണ് റെസ്റ്റിംഗ് കണ്ടീഷനിൽ ഇരിക്കുന്ന ഈ വെയിറ്റ് എവിടേക്ക് വരുന്നത്? 3 മീറ്റർ താഴേക്ക് ഫോൾ ചെയ്യും. അപ്പൊ ക്ലിയർ ആയ കുട്ടികളെ? ഇപ്പൊ എന്തിനാ പിയുടെ വാല്യൂ കണ്ടുപിടിച്ചത് മനസ്സിലായി? സാധാരണ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ലാസ്റ്റ് എന്ന് ചെയ്യാം. എന്താണ് കണ്ടുപിടിക്കേണ്ടത് അതിനുള്ള ഇക്വേഷൻ ആദ്യം എഴുതാം. അപ്പൊ നമ്മൾ ഡാറ്റാസ് നോക്കും. അത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഡാറ്റാസ് തന്നിട്ടുണ്ടോ? ഇനി ആ ഡാറ്റ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇങ്ങനെ പുറകിലേക്കാണ് സാധാരണ ചെയ്യാറ്. അപ്പൊ ഇവിടെ ഞാൻ ആദ്യം തന്നെ മോഷൻ ഓഫ് ദ ഡ്രം ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ടേം, ഇങ്ങനെ ഒരു പുള്ളിയുടെ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടും ചെയ്യണം. അത് മോഷൻ ഓഫ് ദ ഡ്രമ്മും നോക്കണം, പിന്നെ എന്ത് ചെയ്യാം? മോഷൻ ഓഫ് വെർട്ടിക്കൽ മോഷൻ ഓഫ് ദ ബോഡി നോക്കണം. ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ദി അൺനോൺ ഡാറ്റ. ക്ലിയർ ആയ കുട്ടികളെ? ഹലോ 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 ഓക്കെ, 9:21 ആയി. ഞാനിപ്പോ ലെഫ്റ്റ് ചെയ്യാണ് കേട്ടോ. അപ്പൊ താങ്ക് യു സ്റ്റുഡൻസ്. ഈ ഒരു പോർഷനിൽ ഞാൻ ഇനി ഈ പോർഷനിൽ ഒരു 3 പ്രോഗ്രാം കൂടെ ചെയ്യും. 3 ഡിഫറെന്റ് പ്രോഗ്രാംസ് ചെയ്യാം. ഇതൊരു ഒറ്റ സിംഗിൾ ഡ്രം അല്ലേ ഉള്ളൂ. ഇനി 2 ഉള്ളതുണ്ട്. ഇനി ഒരു വെയിറ്റ് അല്ലേ ഉള്ളൂ. ചിലപ്പോൾ 2 വെയിറ്റ് ഉള്ളതുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് മാറി മാറി ചെയ്യാം കേട്ടോ. നോക്കി, ഇവിടെ 2 ഡ്രം ഉണ്ട്. ഇങ്ങനത്തെ ക്വസ്റ്റൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്. അപ്പൊ നമുക്ക് അതൊക്കെ ചെയ്യണം. അപ്പൊ അടുത്ത ദിവസം നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. ഈ പോർഷൻ വേഗം വേഗം തീരും. ഓക്കെ, താങ്ക് യു സ്റ്റുഡൻസ്. ലെഫ്റ്റ് ചെയ്തോളൂ കേട്ടോ.
എത്ര പേര് വന്നിട്ടുണ്ട് കൃഷ്ണ?